ഹലോ നമസ്കാരം സുഖമാണോ? അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമസ്കാരം. നമ്മുടെ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കിഡിലനായിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ട്രിപ്പാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ വിശേഷത്തെക്കുറിച്ച് എന്താ പറയുക, പറയാൻ തന്നെ നമുക്ക് അത്രയ്ക്കും ത്രില്ലാണ്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ഗുഹ മൊത്തം നമ്മൾ ഏകദേശം കറങ്ങി തീരാറായി. നമ്മളതിൻ്റെ കാണുന്നത് ജയന്റ് റെഡ്വുഡ് എന്ന് പറയുന്ന ഈ ഗുഹയിലെ ഏറ്റവും വലിയ മിനറൽസിൻ്റെ പില്ലറാണ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. സോ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് പ്രകൃതിയുടെ വലിയൊരു എന്താ പറയുക, ഒരു ആശ്ചര്യം തുറന്നു കൊടുക്കപ്പെട്ട ഒരു അധ്യായം നടന്ന ഒരു സ്പോട്ടാണ്. 1878 ഓഗസ്റ്റ് 13 ഈ ഗുഹ കണ്ടെത്തിയതിൽ ഒരാളായ ആൻഡ്രൂ ക്യാമ്പൽ, അദ്ദേഹം ഈ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന സമയത്താണ് വളരെയധികം തണുത്ത ഒരു കാറ്റ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. ഒരു ഹോളിൽ നിന്ന് ഈ ഭാഗം മൊത്തം പാറകളായിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ പാറയുടെ ഇടയിൽ നിന്നൊരു തണുത്ത കാറ്റ്, അങ്ങനെ അത് അന്വേഷിച്ചാണ് നമ്മൾ ഇത്ര നേരം എക്സ്പ്ലോർ ചെയ്ത് ആ വലിയ ഗുഹ കണ്ടെത്തിയത്. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആ ഗുഹയാണ്. സോ ആ ഒരു എന്താ പറയുക, ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവം നടന്ന ആ ഒരു പോയിന്റിലാണ് ഞാനിപ്പോൾ ഈ കൈ വെച്ച് നിൽക്കുന്നത്. സോ വളരെ അത്ഭുതകരമായൊരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിലുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് US വെർജീനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. വളരെ മനോഹരമായൊരു ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് മിനറൽസിൻ്റെ തൂണുകൾ, അങ്ങനെ എന്താ പറയുക, ഒരു മാജിക്കൽ വേൾഡ് തന്നെയാണ് ആ ഭൂമിക്കടിയിലെ ആ ഗുഹ. ഏകദേശം 2.5 കിലോമീറ്റർ നീളമുള്ളൊരു ഗുഹയാണിത്. 1878 ഫൗണ്ട് ചെയ്ത ഒരു ഗുഹയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്ക് ആ മനോഹരമായ കാഴ്ച കണ്ട് മുന്നോട്ട് പോകാം. സോ നമ്മളിപ്പോൾ റൈറ്റ് ഇതിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം. ഇത് ആ എൻട്രൻസിൽ നിന്ന് ഗുഹയുടെ എൻട്രൻസിലേക്കുള്ള എന്താ പറയുക, ഗുഹയ്ക്കകത്തേക്കുള്ള ഒരു നൈസായിട്ടുള്ളൊരു സൈഡ് വാക്കാണ്. സോ ഈ മാർബിൾ കൊത്തിവെച്ചിരിക്കുന്ന ഈ 3 പേരാണ് ആൻഡ്രൂ ക്യാമ്പൽ, ബെൻറ്റൺ സ്റ്റെബിൻസ് ആൻഡ് വില്യം ക്യാമ്പൽ. ഇവരാണ് ഈ ഗുഹ കണ്ടെത്തിയ ആൾക്കാർ 1878 ഓഗസ്റ്റ് 13. സോ കൂടുതൽ ചരിത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഗുഹയുടെ അകത്തേക്ക് കടക്കുകയാണ്. സോ ഈ തൂണുകൾ പോലെ ഈ കാണുന്നത് മുഴുവൻ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന മിനറൽസ്, അത് വർഷങ്ങളായി കെട്ടിക്കിടന്നിട്ടാണ് ഇങ്ങനെ ഈ പില്ലറുകളും എല്ലാം ഈ ഗുഹയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. സയൻറ്റിസ്റ്റുകൾ ഒരുപാട് വർഷങ്ങളുടെ കണക്കാണ് ഇപ്പോൾ പറയുന്നത്. സോ ഏകദേശം 200 വ്യത്യസ്തമായ മിനറൽസുകൾ കൂടിച്ചേർന്നിട്ടാണ് ഇതേപോലത്തെ ഈ കോളംസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. ഇത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ലോകത്തിൽ വന്ന് പെട്ടൊരു ഫീലാണ്. വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ചില പില്ലേഴ്സിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടില്ലേ. സോ ഈ മുകളിൽ കാണുന്നത് മൊത്തം ലൈം സ്റ്റോണിൻ്റെ ചുണ്ണാമ്പ് കല്ലുകളുടെ പാളികളാണ്. സോ അതിൽ നിന്നൊക്കെ ഒരുപാട് മിനറൽസ് അടിഞ്ഞ് ചേർന്നിട്ടാണ് ഈ പില്ലർ പോലെ നിങ്ങൾക്ക് കാണാം. ക്ലിയറായിട്ട് ഈ ഒരു കാണുന്നത് ലൈം സ്റ്റോണിൻ്റെ ഒരു പില്ലറാണ്. എന്താ പറയുക, ഒരു പ്രകൃതിയുടെ ഒരു
നമുക്ക് എന്താ പറയുക, നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാട്ടിലും അപ്പുറത്തായിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് മുഴുവൻ. സോ ഈ ഒരു പോർഷനെ ഒരു ഫിഷ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ എന്താ പറയുക, ശരിക്ക് ഫിഷിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു സംഭവങ്ങൾ മുഴുവൻ. കാണുന്നതാണ് ഡ്രീം ലേക്ക് എന്ന് പറയുന്നത്. ഏകദേശം 18 തൊട്ട് 20 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ താഴ്ച. ശരിക്കും എന്താ പറയുക, നമ്മൾ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ് നമുക്ക് ഈ സീലിങ്ങിൻ്റെ റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കാണുന്നത്. അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമാണ്. ഈ ഒരു ഏരിയ പ്ലൂട്ടോ ഗോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 500 അടി നീളം, അതേപോലെ 90 അടി താഴ്ചയാണ് ഈ ഒരു വലിയൊരു കിടങ്ങ് ചാലിന്. അപ്പോൾ റോമൻ ദൈവമായ പ്ലൂട്ടോയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം അത് ഒരു അണ്ടർവേൾഡ് ദൈവമായിട്ടാണ് പ്ലൂട്ടോനെ കണക്കാക്കിയിരുന്നത്. വളരെ എന്താ പറയുക, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു ഏരിയ ആണത്. ഈ ഒരു ഗുഹയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് പോയിൻറ്റും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഗുഹയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് 2.5 കിലോമീറ്റർ നീളമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴ്ച എന്ന് പറയുന്നത് 560 അടി വരെയാണ് ഈ ഗുഹയുടെ ഒരു താഴ്ച. എന്താ പറയുക, നമുക്ക് കണ്ടിട്ടൊരു വല്ലാത്തൊരു ഫീലാണ് ഈ കാഴ്ചകൾ. ഇത് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്കെൽട്ടൺ ഗോൾജ് എന്ന് പറയും. അതായത് സയൻറ്റിസ്റ്റുകൾ ഇവിടുന്ന് മനുഷ്യൻ്റെ അസ്ഥികൂടം അവർ പിന്നീട് കണ്ടെത്തി. സോ അതുകൊണ്ടാണ് ഈ ഒരു പോർഷന് സ്കെൽട്ടൺ ഗോൾജ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലൂട്ടോ ഗോസ്റ്റിൻ്റെ ഒരു ഫുൾ ലെങ്ത് വ്യൂ ആണ്. ഈ അറ്റം മുതൽ അറ്റം വരെ ഒരു 500 അടി നീളമാണ്. അതേപോലെ 90 അടിയാണ് താഴത്തേക്ക് ഇതിൻ്റെ താഴ്ച. ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത് ആദ്യമായിട്ട് ഈ ഗുഹ കണ്ടെത്തിയ 3 വ്യക്തികൾ, അവർ ആദ്യമായിട്ട് ഇതിനകത്തേക്ക് വന്നപ്പോൾ ലൈറ്റില്ല, വെട്ടമില്ല, എന്താ പറയുക, ഒരു മെഴുകുതിരി ആയിരിക്കും ചിലപ്പോൾ അവരുടെ കയ്യിലുണ്ടാവുക. ആ ഒരു വെട്ടത്തിൽ എന്താ പറയുക, ഈ ഒരു ഗുഹയ്ക്കകത്ത് കയറി അത് എക്സ്പ്ലോർ ചെയ്ത് അത് പുറം ലോകത്തെ അറിയിച്ചത് നമുക്ക് ജസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണത്. അവരുടെ ആ ഒരു ചങ്കൂറ്റം, ഇതേപോലെ ഒരു ഗുഹയ്ക്കകത്ത്, കാരണം എന്തും സംഭവിക്കാം ഇതിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ. സോ അത്രയും രണ്ടും കൽപ്പിച്ചാണ് അവരിത് എക്സ്പ്ലോർ ചെയ്ത് എന്താ പറയുന്നത്, നമുക്ക് അനേക വിസിറ്റേഴ്സിന് വന്ന് കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാക്കി മാറ്റിയത്. ആ ലോങ്ങിൽ കാണുന്ന നല്ല വെള്ള കളറിലുള്ള ഈ ഫ്ലോ സ്റ്റോൺ, അതിന് ഷേക്സ്പിയറുടെ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്ന നാടകത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ടൈറ്റാനിയസ് വെയിൽ. ഏറ്റവും കൂടുതലുള്ള മാസീവായിട്ടുള്ള പില്ലറുകൾ അല്ലെങ്കിൽ ഫ്ലോ സ്റ്റോണുകൾ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോ ശാസ്ത്രജ്ഞന്മാരുടെ പഠനപ്രകാരം ഈ ഏരിയയിലാണ് ഈ ഗുഹയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് മിനറൽസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ഫ്ലോ സ്റ്റോണിൻ്റെ പില്ലറുകൾ ഈ ഭാഗത്ത് രൂപപ്പെട്ടത്. സോ ഈ കാണുന്നത് ജയൻറ്റ് റെഡ്വുഡ് എന്ന് പറയുന്ന ഈ ഗുഹയിലെ ഏറ്റവും വലിയ മിനറൽസിൻ്റെ പില്ലറാണ്.
ഇത് 40 അടി ഉയരവും അതേപോലെ 120 അടിയാണ് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അത്രയ്ക്കും വലിപ്പമുള്ളൊരു പില്ലറാണ് ഈ കാണുന്നത്. രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഈ ഗുഹയ്ക്കകത്ത്. നമ്മൾ ഏകദേശം 1 മണിക്കൂറായി നടക്കുന്നു. എന്താ പറയുക, ഈ ഫ്ലോ സ്റ്റോണിൻ്റെ പില്ലറുകൾ, ഈ മിനറൽസ് പില്ലറുകൾ, ഇതൊക്കെ എന്താ പറയുക വളരെ ഒരു അതിശയമാണ് നമ്മുടെ കണ്ണിന് നമുക്ക് നേരിട്ട് കാണാം. ഇതൊക്കെ എന്താ പറയുക ശരിക്കും ആരും നിർമ്മിച്ചു വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. നാച്ചുറലായിട്ടുണ്ടായ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ ഫിലിമിനൊക്കെ വേണ്ടി ഒരു സെറ്റിൽ ചെയ്യുന്ന പോലെ ആ ഒരു ഫീലാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീലിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കിളി പോയിട്ടാണ് നമ്മളിതിൻ്റെ താഴത്തു കൂടെ നടക്കുന്നത്. കാരണം കംപ്ലീറ്റ് വിള്ളലും ഭയങ്കര പോടുകളും പൊത്തുകളും എന്ത് പറയുക ചാലുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഈ സീലിങ്. ഇങ്ങനെയൊക്കെ ഈ ഒരു കോലത്തിലാണ് ഇതിൻ്റെ സീലിങ്. അപ്പോൾ നമ്മളതിൻ്റെ താഴത്തു കൂടെയാണ് ഈ നടന്നു പോകുന്നത്. ശരിക്കും എന്താ പറയുക ഓരോ പീസുകൾ എടുത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ സീലിങ്ങൊക്കെ മുകളിൽ നിൽക്കുന്നത്. ഈ ഗുഹയുടെ ഏറ്റവും താഴ്ച കൂടിയ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 260 അടിയോളമാണ് ഈ ഭാഗത്തേക്കുള്ള താഴ്ച. ഏറ്റവും അട്രാക്ഷനായിട്ടുള്ള ഒരു പോയിൻറ്റും കൂടിയാണിത്. ഞാൻ ഇതിൻ്റെ ഒരു 360 വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. സീലിങ്ങൊക്കെ എന്താ പറയുക ഒരു ഭീകര ലുക്കിലാണ് ഇതിൻ്റെ സീലിങ്ങൊക്കെ നിൽക്കുന്നത്. സൈഡിലെ ഫ്ലോ സ്റ്റോണുകൾ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന മ്യൂസിക് പ്രകൃതിയുടെ ഒരു സംഗീതമാണത്. 1984 ലലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിത് സെറ്റ് ചെയ്തത്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് കേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലോയിങ് സ്റ്റോൺ പൈപ്പുകളിൽ അദ്ദേഹം വയറുകളും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടാണ് അതിൻ്റെ പ്രകൃതിയുടെ ഒരു ഒച്ചയാണ് ഈ കേൾക്കുന്നത്. ശരിക്കും നമ്മുടെ കിളി പോകുന്ന ഒരു അതിശയം തന്നെയായിരുന്നു ഇത്. കാണാം ഒത്തിരി കേബിളുകൾ ഇതിലും പാസ് ചെയ്യുന്നത് കാണാം. അവിടെ അദ്ദേഹം ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലോയിങ് സ്റ്റോൺ പൈപ്പിൽ നിന്നും വരുന്ന ഒച്ചകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു സംഗീതത്തിൻ്റെ രൂപത്തിൽ. സോ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്.
നമ്മളേതോ ഒരു എന്താ പറയുക ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയറിനകത്ത് പെട്ടുപോയൊരവസ്ഥയാണ്. ആ ഒരു ഫീലാണ്. കാണുന്ന ചെറിയൊരു പൂള് ഈ ഗുഹയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഏകദേശം 6 അടി വരെ താഴ്ചയിലാണ് ഇതിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. എന്താ പറയുക, വളരെ ചെറുതാണെങ്കിലും അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂളാണ്. ഇതിന് പറയുന്നത് പേര് വിഷിംഗ് വെൽ എന്നാണ് ഈ ഒരു ചെറിയ പൂളിന് പറയുന്നത്. ആൾക്കാർ ഒരുപാട് വിഷിന് വേണ്ടി എന്താ പറയുക ഓരോ കാര്യങ്ങൾ വിഷ് ചെയ്തിട്ട് പൈസകൾ മാക്സിമം ക്യാമറ താഴത്തേക്ക് പിടിക്കാം, ഒരുപാട് കോയിൻസ് കാണും. ഇഷ്ടം പോലെ കാശാണ് ഇതിനകത്ത് ആൾക്കാർ വലിച്ചു വാരി എറിയുന്നത്. ഈ കാശ് എല്ലാ വർഷത്തിലും ഇവർ ഈ വെള്ളം വറ്റിച്ചെടുത്ത് ആ കാശ് ഹെൽത്ത് ഓർഗനൈസേഷന് സംഭാവനയായിട്ട് ഇവർ കൊടുക്കും. ഗുഹയുടെ ഈ ഒരു ഭാഗം മോഴ്സൺ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. 1901 അന്ന് കാലത്ത് ഈ ഗുഹയുടെ ഓണറായിരുന്ന വ്യക്തി ഒരു മോട്ടോർ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് നിന്നും എയർ പുറത്തേക്ക് വലിച്ചെടുത്ത് അതൊരു ഈ സുഖമില്ലാത്ത ആൾക്കാരെ താമസിപ്പിക്കുന്ന, പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ലിമേർ സാനിറ്റോറിയം എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് നിർമ്മിക്കുകയും അതിലങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ എയർ കണ്ടീഷണറായിട്ടുള്ള ബിൽഡിങ് അത് ആയി മാറുകയും ചെയ്തു. ഈ ഗുഹയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഈ ഗുഹയിലെ ടെമ്പറേച്ചർ. സോ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇവിടുന്ന് എയർ പുറത്തേക്ക് എടുപ്പിച്ച് അത് എയർ കണ്ടീഷനാക്കി മാറ്റിയെടുത്തത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു. ഈ ഒരു പോയിന്റ് ഫ്രൈഡ് എഗ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും എന്താ പറയുക, നമ്മൾ നാട്ടിൽ ബുൾസ് കല്ലുമിട്ട പോലെ ഉണ്ട് 2 എണ്ണം. വളരെ ഒരു അടിപൊളി ഒരു സംഭവമായത്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ഗുഹ മൊത്തം നമ്മൾ ഏകദേശം കറങ്ങി തീരാറായി. നമ്മളതിൻ്റെ എക്സിറ്റിലേക്ക് ഏകദേശം എത്തി. എന്താ പറയുക, അതിനകത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ ശരിക്കും എന്താ പറയുക പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുതമാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്തൂപങ്ങൾ പോലെയൊക്കെയാണ് നമുക്ക് ആ മിനറൽസിൻ്റെ അതേപോലെ ഫ്ലോയിങ് സ്റ്റോണിൻ്റെയൊക്കെ തൂണുകൾ നമുക്ക് അങ്ങനെ ആ ഒരു ഫീലാണ് കിട്ടിയത്. ഒരു രക്ഷയില്ലാത്തൊരു ഫീലായിരുന്നു അതിനകത്ത്. അത്രയ്ക്ക് എന്താ പറയുക നമ്മുടെ കിളി പോകുന്ന കാഴ്ചകളായിരുന്നു നമ്മളതിനകത്ത് കണ്ടത്. സോ അങ്ങനെ എന്താ പറയുക ഇതിനകത്ത് ഈ ഗുഹയ്ക്കകത്തെ കാഴ്ചകൾ കണ്ടിട്ട് കിളി പോയി നിൽക്കുകയാണ്. അത്രയ്ക്ക് അമേസിങ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ വണ്ടർലെസ് കപ്പിളിൻ്റെ ഇന്നത്തെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് തീരുന്നില്ല. പുതിയ പുതിയ കാഴ്ചകൾ തേടി, അറിവുകൾ തേടി, സ്ഥലങ്ങൾ തേടി വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രോം ദ വണ്ടർലെസ് കപ്പിൾ. ബൈ.